എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചേമ്പപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് പഴയ കാലത്തൊരു പലഹാരമാണ്. ഇത് അരിപ്പൊടിയും മുട്ടയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന് ചേമ്പിൻ്റെ വിത്തിൻ്റെ ഒരു ചെറിയ ഷേപ്പൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചേമ്പപ്പം എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഈ പഞ്ചസാരയും കോഴിമുട്ടയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരണം. 1/4 കപ്പ് പഞ്ചസാര എന്ന് പറയുന്നത് ഇതിലേക്ക് കറക്റ്റ് പാകത്തിനുള്ള മധുരമാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് മധുരം കുറവാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ച് കുറവ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 3/4 കപ്പ് അരിപ്പൊടി ചേർക്കാം. സാധാരണ വറുത്ത അരിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഇല്ലാതെ അരിപ്പൊടി മാത്രം വെച്ചിട്ടും ഈ ഒരു പലഹാരം ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ മൈദം കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരപ്പാലാണ്. നല്ല കട്ടിയായിട്ടുള്ള നാളികേരപ്പാൽ വേണം ചേർക്കാനായിട്ട്. നാളികേരപ്പാലൊക്കെ കൂടി ചേർക്കുമ്പോഴാണ് പലഹാരത്തിന് ഇത്രയും ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഞാനിവിടെ 1/4 കപ്പ് നാളികേരത്തിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് പാലെടുത്തിട്ടുള്ളത്. എനിക്കിതിലേക്ക് 1/2 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂണും കൂടി പാലാണ് വേണ്ടി വന്നിട്ടുള്ളത്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബാറ്റർ നല്ല ലൂസായിട്ട് പോരുത്. നന്നായിട്ട് ലൂസായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചൊരു തിക്കായിട്ട് വേണം നമ്മുടെ ഈ ഒരു ബാറ്റർ ഇരിക്കേണ്ടത്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ട ഈ ഒരു പാകത്തിൽ വേണം മാവ് ഇരിക്കേണ്ടത്. ഇതിലും ലൂസായിട്ട് പോരുത്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. മുട്ട 2 എണ്ണമൊക്കെ ചേർക്കുകയാണെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനതിലേക്ക് മുട്ടയുടെ സ്മെല്ല് അധികം വരാതിരിക്കാനായിട്ട് ഒരു മുട്ട മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയോ അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും ഇത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ ഇതിലേക്ക് മാവ് ഇതുപോലെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ മാവ് എടുത്തിട്ട് വേണം അങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല കറക്റ്റായിട്ട് നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എണ്ണ നല്ല ചൂട് കൂടി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു മീഡിയം ലെവലിൽ വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ നിറം വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. എല്ലാതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മാവ് തയ്യാറാക്കിയ ഉടനെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്